അപ്പൊ എന്ത് ടൈപ്പ് സോങ്സ് ആണ് പാടിക്കൊണ്ടിരുന്നത്? കല്യാണം, മാപ്പിളപ്പാട്ട്, കല്യാണത്തിന് മാപ്പിളപ്പാട്ട്, അത്തരത്തിലുള്ള സോങ്സ് ഒക്കെ ആയിരുന്നു. ഇത് ഒരുപാട് ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി പിടിക്ക, സമയം അയക്കണം ഇട്ടാന്നൊക്കെ. വലിയ സിംഗറൊന്നുമല്ല, പക്ഷെ അന്ന് അവിടെ എനിക്കുണ്ടായ എൻ്റെ വീൽ ചെയറിലുള്ള സുഹൃത്തുക്കൾ ഭയങ്കര ആവേശത്തിലായിരുന്നു. കാരണം വടം വലിക്കലും ചട്ടി പൊട്ടിക്കലും ഓണം സെലിബ്രേഷൻ വർഷങ്ങളോളം നടത്താറുള്ള ഒരു പ്രോഗ്രാമാണത്. അവർക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളെ വയനാട് ദുരന്തത്തിൻ്റെ ആ ഒരു ഇത് കണക്കിലെടുത്തിട്ട് നമ്മളത് ചെറിയ രീതിയിലായിരുന്നു നടത്തിയിരുന്നത്. അവർക്കുള്ള ഒരു സ്നേഹതീരം വളണ്ടിയർ വിങ്ങിൽ ഉള്ളൊരു അംഗമാണ് ഞാൻ. അപ്പോൾ അതിൽ 3000-ഓളം വരുന്ന വളണ്ടിയേഴ്സ് ഉണ്ട് ഞങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് 10-60-70 പേരെ ചുരുക്കം ഒരുക്കി ഇങ്ങനെ ചെറിയ രീതിയിൽ നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു അത്. ഞാൻ ആ പാട്ട് പാടുന്നതിൻ്റെ മുന്നേ അവിടെ ഒരുപാട് നല്ല പാട്ടൊക്കെ ഇട്ട് അവരിങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കൈയടിക്കും, ഭയങ്കര ഡാൻസൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് എന്നോട് പറഞ്ഞൊരു പാട്ട് പാടും, ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ഭക്ഷണം ചെറിയ രീതിയിൽ ഷോർട്ടായി ആ സമയത്ത്. അപ്പോൾ ഒന്ന് പാട്ട് പാടും, നമുക്ക് ആ ഒരു ടൈം ഒന്ന് ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കൊണ്ടുപോയി ആ പാട്ട് പാടി ഞാൻ തുടങ്ങി. അത് തിരഞ്ഞെടുക്കുന്നതൊക്കെ ഇങ്ങനെ യാത്രകൾക്കിടയിൽ കാറിലൊക്കെ കേട്ടിട്ട്, വാഹനത്തിൽ കേട്ടിട്ട്, അങ്ങനെയാണ് ആ പാട്ട് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ അത് അവിടുന്ന് പാടിയെന്ന് മാത്രമല്ല, അതിനനുസരിച്ച് എനിക്ക് അവിടുന്ന് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അവർ ആരവം ഭയങ്കര എനിക്കെന്നേക്കാൾ ഇതിപ്പോൾ ഞാൻ അവരെ സന്തോഷിപ്പിക്കാൻ പോയിട്ട് അവരെന്നെ സന്തോഷിപ്പിച്ചിട്ട് എനിക്ക് എന്നതാ ഈ ഒരു ഫ്ലോറിൽ ഞാനിതൊക്കെ ടി വിയിൽ ചാനലിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് ആ ഒരു പാട്ട് ഇതപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഷാൻ ഖാൻ്റെ മുന്നിലേക്ക് എത്തിച്ചതിൽ ഒരുപാട് എൻ്റെ കിൻഷിപ്പിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് ഒരുപാട് നന്ദി. അടിപൊളി.